എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ ഫ്രൈ ആണ്. ഈ ഒരു ഫ്രൈയിലേക്ക് ഒരു പ്രത്യേക ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കുമ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നതും. ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുകും പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1/2 കിലോ ഉരുളക്കിഴങ്ങ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം സിമ്മിലേക്ക് മാറ്റി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് നല്ലോണം അടി ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മൂടിയടച്ച് വെക്കണം. ഉരുളക്കിഴങ്ങിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇതുപോലെ കൂട്ടി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 2 സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ ഇളക്കി ഒന്നും കൂടെ മുരിയിച്ചെടുക്കാം. സവാളയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. കൂടെ തന്നെ നമ്മുടെ ഫ്രൈക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് 100 ഗ്രാം അളവിൽ ബീൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. വീണ്ടും നമുക്ക് ഇതുപോലെ അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. കഷ്ണങ്ങളൊക്കെ നല്ലോണം തന്നെ മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. വേപ്പിലയും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി മുരിയിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങും ബീൻസും നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സെർവിങ് ബൗളിലേക്കാണ് മാറ്റേണ്ടത്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഉരുളക്കിഴങ്ങ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.